ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കണത്? നിന്റെ കൂടെ നടന്നപ്പോ എനിക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. പറഞ്ഞത് സത്യമാണോ? അതെ. ഇവന്റെ ഓരോ കമന്റ്സും കാര്യങ്ങളും ഇതൊക്കെ വന്നിട്ട് സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എനിക്ക് ഞാനിപ്പോ തലയിൽ ഷോൾ ഇട്ടിട്ടാണ് നടക്കണം. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു. ഇതൊക്കെ അവനോട് പറയുന്നത് എന്തിനാ? എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ശരിയാക്കി തരില്ലേ? തന്റെ ആള് കൊള്ളാലോ. നാണക്കേടായി തുടങ്ങി. നെഗറ്റീവ് കമന്റ്സുകൾ എന്തുമാത്രം വരണമെന്നറിയോ? ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഇന്റർവ്യൂവിനും പരിപാടിക്കൊന്നുമില്ലാന്ന്. ഞങ്ങൾക്കറിയാം ഒരു കാര്യമില്ല നിങ്ങൾ തീരുമാനം എടുക്കില്ലെന്ന്. മതി, ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുള്ളതാ. പക്ഷെ ഇതിലും വലിയൊരു ചോദ്യം ഉണ്ടപ്പോ എന്റെ മുമ്പില്. ഇനി ഞാൻ എന്തിനാ ഇതിനകത്തൊക്കെ വലിച്ചെടുക്കണ? നീ വീണ്ടും അതിനൊറ്റ മരുന്നേ ഉള്ളൂ, നല്ല അസല് തല്ല്. ഞാൻ കൊള്ളും. ആനി റോസിന് കിട്ടിയാൽ അവൻ ആ വഴി പോകും. അത്രയും നാള് നമ്മള് അതെന്ത് പരിപാടിയത്? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. എന്താ മിണ്ടാത്ത? ഒന്നും പറയാനില്ലേ? എടി, ഒരെന്നറിഞ്ഞു നിൽക്കുന്ന എന്നെ തല്ലൊള്ളിക്കാൻ വേണ്ടി ജനിച്ച ഫ്രോഡല്ലടി നീ. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ. അതായത് ഇവന് ഉള്ളത് കുപ്രസിദ്ധിയാണ്, സുപ്രസിദ്ധിയല്ല. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? അത് നമുക്ക് നമ്മളിലേക്ക് വന്ന് കൂടാണ്. ഇവരെല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കണം, എന്നെ എടുക്കണില്ല. സഹിക്കാനായില്ല. ആരല്ല ആശ്വസിക്കുക. ഇനി ഒന്നിനും ഞാൻ ഉണ്ടാവൂല. ഞാൻ പോവാണ്. ശരി എന്നാ, ഓക്കെ, ഗുഡ് ബൈ. ഒന്ന് നിന്നേ, അങ്ങനെ അങ്ങോട്ട് പോയാലോ? എനിക്ക് പറയാനുള്ളത് കൂടി കേട്ടിട്ട് പോ. നീ എന്താ വിചാരിച്ചത്? നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നെന്നോ? അയ്യടാ, പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക്. ഞാൻ നിന്നെ വെറുക്കുന്നു. ഇപ്പൊ പറഞ്ഞൊരു 1000 മടങ്ങ്, 1000 മടങ്ങ്. ഗുഡ് ബൈ. മറ്റന്നാ വന്ന് ഞാൻ പിടിച്ചോളാം. അതുവരെ അവളെ സൂക്ഷിക്കണേ. കൂടിയ വിഷമുള്ള ജാതിയാ. സ്നേഹം തൊട്ട് തൊട്ട് തരുമോ? കനവിൽ മുട്ടി മുട്ടി നീ വരുമോ? വരുമോ? വരുമോ?